വിവാഹ് മലയാള സിനിമയാണ്, ഹിന്ദിയല്ല. ബ്ലസൺ എൽസ സംവിധാനം ചെയ്ത സിനിമയാണിത്. അഭിഷേക് ശ്രീകുമാറാണ് ഈ സിനിമയുടെ രചയിതാവ്. അഭിഷേകിനെ എല്ലാവർക്കും അറിയായിരിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ തേർഡ് റണ്ണറപ്പ് ആയിരുന്നു. ഫോർത്ത് പ്ലേസ് പുള്ളിയായിരുന്നു. അപ്പോൾ പുള്ളി ഈ സിനിമയിൽ ഒരു വലിയ റോളും ചെയ്തിട്ടുണ്ട്. പുള്ളിയെ കൂടാതെ തന്നെ ധ്രുവനും അതുപോലെ തന്നെ ധ്യാനേട്ടൻ ഉള്ളതുകൊണ്ടാണ് ഈ സിനിമ നാലാളെങ്കിലും ഇങ്ങനൊരു സിനിമ ഉണ്ടെന്ന് അറിയുന്നത്. പോസ്റ്ററിലൊക്കെ പുള്ളിയുടെ ഒരു സോളോ പടം പോലെയാണ് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പുള്ളി മാത്രമല്ല, ഇവർ ഒരു 4 കപ്പിളിൻ്റെ ഒരു പരിപാടിയാണ് ഈ സിനിമ കാണിക്കുന്നതെന്നാണ് ട്രെയിലറിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ക്ഷമിക്കുക, ഈ സിനിമയ്ക്ക് ഞാനിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ തുടക്കം കണ്ടിട്ട് ഉച്ചയ്ക്ക് ഈ സിനിമയ്ക്കാണ് പോയത്. DC വൈകിട്ട് പോകാം, അതായത് വൈകിട്ട് തന്നെയാണ് കണ്ടതും. ഉച്ചയ്ക്ക് ഈ സിനിമയ്ക്കാണ് പോയത്. ഈ സിനിമയ്ക്ക് കൊണ്ട് എനിക്ക് 2 നഷ്ടം ഉണ്ടായി. ഒന്ന്, എനിക്ക് DC ഇതില്ലായിരുന്നെങ്കിൽ ഞാൻ DCക്ക് ഉച്ചയ്ക്ക് കയറിയേനെ. ഞാൻ DC അതുകൊണ്ട് തന്നെ വൈകിട്ടാണ് കണ്ടത്, 6 മണിയുടെ ഷോ. അതുപോലെ തന്നെ ഈ സിനിമ കാണാനും പറ്റിയില്ല. വെറുതെ പോയി. ഞാൻ ഇത് വെറുതെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റാഞ്ഞ മറ്റൊന്നും കൊണ്ടല്ല. 15 പേരുണ്ടെങ്കിലേ ഷോ ഇടൂ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഇതിന് മുന്നേ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഫസ്റ്റ് ഡേ ബാക്കിയൊക്കെ പോട്ടെ, ഫസ്റ്റ് ഡേ പോട്ടെ, അതിലും 2 ഷോ എങ്കിലും, നൂൺ ഷോയും മാറ്റിനെയും 2 ഷോ എങ്കിലും ആള് കയറണ്ടേ. അതായത് വരുന്ന ഒരു 2 പേരാണ് 2 പേര് വരുന്നതെങ്കിൽ അവർക്ക് പടം ഇട്ട്, ഒന്നുകിൽ അത് തിയേറ്ററുകാരോട് കർശനമായിട്ട് പറയണം. ഫസ്റ്റ് ഡേയിലെ എല്ലാ ഷോയും അല്ലെങ്കിൽ ആദ്യത്തെ 2 ഷോ എങ്കിലും എത്ര പേരാണുള്ളത്, ഒരാളാണെങ്കിൽ ഒരാൾ, അയാളെ വെച്ച് പടം ഇടുക, ബാക്കി ഷോ ഒന്നും ഇടണ്ടെന്നേ. കാരണം ഇത് ചെറിയ സിനിമകൾക്കൊക്കെ അങ്ങനെ. അല്ലെങ്കിൽ ഇവർ എത്ര ടിക്കറ്റുകൾ ചുമ്മാ ഫ്രീ ആയിട്ട് പലർക്കും കൊടുക്കുന്നു. അപ്പം എല്ലാ ഇടത്തും അങ്ങനെയാണെങ്കിൽ ഫ്രീ ടിക്കറ്റ് കൊടുക്കും. പോട്ടെ, ചുമ്മാ ബുക്കാക്കിയെങ്കിലും ഇട്ടാൽ പോരെ. ഒരു 10 ടിക്കറ്റ് ബുക്കാക്കി ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഷോ നടത്തും. 10 ആൾ വന്നാലും ഇല്ലെങ്കിലും 10 ടിക്കറ്റ് ബ്ലോക്ക് ആണെങ്കിൽ തിയേറ്റർക്ക് പൈസ കിട്ടില്ല, അവർ ഷോ നടത്തും. അപ്പം ഒരാൾ അല്ലെങ്കിൽ 2 പേർ എന്നെ പോലെ അങ്ങനെ വരുന്നവരാണെങ്കിൽ എന്തായാലും ഷോ നടത്തുമല്ലോ. നടത്താതിരിക്കുക, ഞങ്ങൾക്ക് സിനിമ കാണാം. അപ്പോൾ ഈ സിനിമക്ക് തന്നെയാണ് ഗുണം. മോശം സിനിമയാണെങ്കിൽ ഗുണമില്ല. പക്ഷെ നല്ല സിനിമയാണെങ്കിൽ, ഇപ്പോൾ വിവാഹം ഒരു നല്ല സിനിമയായിരുന്നെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് നല്ലത് പറഞ്ഞേനെ. ഇന്നേ വരെ ഇത്ര നേരമായിട്ട് വേറെ ആരും ഈ സിനിമയെ പറ്റി പറയുന്നത് കണ്ടില്ല. അതുപോലെ തന്നെ ആർക്കും ഈ സിനിമ ഇറങ്ങിയ കാര്യം പോലും അറിയില്ല. അപ്പം ഒട്ടും വ്യൂസ് ഇല്ലാത്ത എൻ്റെ ചാനൽ ഇട്ടാൽ പോലും കുറച്ച് പേരെങ്കിലും വീഡിയോ കാണും. ഈ സിനിമ നല്ലതാണെങ്കിൽ അവർ അന്വേഷിക്കും. എൻ്റെ വീഡിയോ കണ്ടിട്ട് സിനിമ കാണുമെന്ന് ആരും ഞാൻ പറയുന്നില്ല. പക്ഷെ അവർ അറ്റ്ലീസ്റ്റ് അന്വേഷിക്കുകയെങ്കിലും ചെയ്യും. നല്ല സിനിമയാണ് ഞാൻ അത്ര നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്ത് ഈ സിനിമ ഓടണ്ടേ? ഓടിയാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അപ്പം അങ്ങനെ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഡേയിൽ ആദ്യത്തെ 2 ഷോ എങ്കിലും നിങ്ങൾ എല്ലാ സെൻറ്റേഴ്സിലെയും ഒന്നുകിൽ തിയേറ്ററുകാരോട് അത് കർശനമായിട്ട് റൂള് പോലെ പറയുക. എന്തൊക്കെ അനാവശ്യ റൂളുകളും കാര്യങ്ങളും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിവാശി നടത്തുന്നു, ഇത് അങ്ങോട്ട് പറയുക. അല്ല എങ്കിൽ 10 ടിക്കറ്റ് വെച്ചിട്ട് ഫസ്റ്റ് 2 ഷോ എല്ലാം ഇങ്ങനെ ആൾ കയറത്തില്ല, എല്ലാ സിനിമയ്ക്കും വേണ്ട, ആൾ കയറത്തില്ല എന്ന് ഉറപ്പുള്ള സിനിമയ്ക്ക് അങ്ങനെ ബ്ലോക്ക് ആക്കി ഇടുക. അപ്പം ആ, ഭയങ്കര നിരാശ ഉണ്ടായി എനിക്ക്. ദേഷ്യം വന്നതിൻ്റെ കാരണം DC അതുകൊണ്ട് തന്നെ എനിക്ക് വൈകിട്ടാണ് കാണാൻ സാധിച്ചത്. അത് വളരെ വളരെ മൂഡ് പോയി ഇന്നത്തെ ദിവസത്തെ. അപ്പോൾ ഞാൻ എന്തായാലും നാളെ കൂടെ പോവും. ഈ വീക്കെൻഡ് നാളെ പോവും, മറ്റന്നാളും പോയി നോക്കും. എപ്പോഴെങ്കിലും സിനിമയുടെ ഷോ നടത്തുകയാണെങ്കിൽ, മഴയാണ്, പെട്രോൾ കാശ് ഒക്കെ കൊണ്ട് നഷ്ടമാണ്. പക്ഷേ എങ്കിലും എന്തായാലും പോയി കാണും. കണ്ട് ഷോ ഉണ്ടെങ്കിൽ പോയി കാണും, ഷോ ഇല്ലെങ്കിൽ അറിയില്ല. ഷോ ഉണ്ടെങ്കിൽ പോയി കാണും, കണ്ടു കഴിഞ്ഞിട്ട് റിവ്യൂ ഇടാം. നിലവിൽ ഈ ഒരു സംഭവം പരിഹരിക്കേണ്ട ഭയങ്കര അത്യാവശ്യമുണ്ട്. നമ്മൾ പ്രതീക്ഷയിൽ നമ്മുടെ സമയവും പാഴാക്കി, അതുപോലെ തന്നെ നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്ത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, പിന്നെ നമ്മൾ പെട്രോൾ, ഇപ്പോഴത്തെ കാര്യമൊക്കെ അറിയാലോ പെട്രോളിൻ്റെ, നമ്മൾ അത്രയും പെട്രോളും അടിച്ച് പോയിട്ട് ചുമ്മാ പട്ടി ചന്തയ്ക്ക് പോയാൽ തിരിച്ച് വരേണ്ട അവസ്ഥ ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും? അപ്പം അത് മാറണം. അപ്പം അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ഇട്ടത്. അപ്പം ആരെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ച് ഈ സിനിമയുടെ റിവ്യൂ കാണാൻ വേണ്ടി പ്രതീക്ഷിച്ച് വന്നെങ്കിൽ ക്ഷമിക്കുക. സിനിമാക്കാരാണ്, ഈ സിനിമയുടെ ആൾക്കാരാണ് പ്രതീക്ഷിച്ച് ഒരു റിവ്യൂവിലും വന്നല്ലോ എന്ന് എഴുതി പ്രതീക്ഷിച്ച് ക്ലിക്ക് ചെയ്തെങ്കിൽ, നിങ്ങൾ ഇതിന് ഇപ്പം നാളെ ആരെങ്കിലും, ഇപ്പം ഇന്ന് എന്തായാലും പല സ്ഥലത്ത് ഷോ കാണത്തില്ല. ഇപ്പം ഞാൻ മെയിൻ ഒരു സിറ്റിയിലാണ് താമസിക്കുന്നത്, അവിടുത്തെ തിയേറ്ററിലാണ് പോയത്. അപ്പം വേറെ ചെറിയ സ്ഥലങ്ങളിലെ കാര്യം പറയണ്ട. അപ്പം നാളെയെങ്കിലും ഒരു 10 പേർക്കെങ്കിലും എന്തെങ്കിലും ഓരോ 10 പേർക്കെങ്കിലും ചെയ്യണമെന്നല്ല, 10 ടിക്കറ്റെങ്കിലും നിങ്ങൾ ബ്ലോക്ക് ആക്കി വെക്കുക. അപ്പം ഇന്ന് വന്ന പോലെ, ഇന്ന് എൻ്റെ ഷോയ്ക്ക് 6 പേരെന്തോ ഉണ്ടായിരുന്നത്, അപ്പം ഞങ്ങളൊരു 5 പേര് 6 പേരാണ് വരുന്നതെങ്കിൽ ഞങ്ങളെ സിനിമ ഇട്ട് കാണിക്കും. അപ്പോൾ അതാണ് വിവാഹം എന്ന സിനിമയെ പറ്റിയുള്ള റിവ്യൂ അല്ല, ഒരു ചെറിയ വീഡിയോ.